we were meditating upon the words and finding out the purpose of the church in this world. നാം കഴിഞ്ഞ നാളുകളെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സഭയുടെ ഉദ്ദേശവും അതിന്റെ ലക്ഷ്യവും എന്തായിരുന്നു എന്നാണ്. What is the mission of the church in this world? ഈ ലോകത്തിൽ സഭയുടെ ദൗത്യം എന്താകുന്നു? And we learned that the mission of the church is threefold. നാം പഠിച്ചു കഴിഞ്ഞു സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ത്രിമുഖ പദ്ധതിയിൽ അധിഷ്ഠിതമാണ്. The first and foremost mission is to serve God. ആദ്യമായും ആത്യന്തികമായും ദൈവസഭയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുക എന്നുള്ളതാകുന്നു. And the second one is serve the body of Christ. രണ്ടാമത്തേതായി സഭയാം ശരീരത്തെ സേവിക്കുക. And the third one is to serve the world where God has placed us. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നാം ആയിരിക്കുന്ന മണ്ഡലത്തിൽ ആ സമൂഹത്തെ നാം സേവിക്കുക. And we are meditating upon how can we serve God. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എങ്ങനെ ദൈവത്തെ സേവിക്കുവാൻ കഴിയും. And first thing we learned that we can serve him by loving him. ഒന്നാമതായി നാം പഠിച്ചു കഴിഞ്ഞത് നമുക്കവനെ സേവിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും. സ്നേഹിച്ചുകൊണ്ട് സേവിക്കാൻ. We can serve him by loving him. അവനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് അവനെ സേവിക്കുവാൻ കഴിയും. And we learned that why should we love him? നാം പഠിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് നാം അവനെ സ്നേഹിക്കണം. I don't want to repeat all those things. Now I would like to go to the second point of my message is of serving God. അതുകൊണ്ട് തന്നെ കഴിഞ്ഞതിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത ആശയത്തിലേക്ക് കടക്കട്ടെ. എങ്ങനെ നാം ദൈവത്തെ സേവിക്കണം. The second point in serving God. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുക എന്നുള്ളതാകും. We can serve him by obeying him. നമുക്ക് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ സാധിക്കും. Let me tell 8 things right now so that you can know where we are heading to. 8 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എവിടേക്കാണ് ഉന്നം വെക്കുന്നതെന്ന്. We can serve him by loving him. നമുക്കവനെ സ്നേഹിച്ചുകൊണ്ട് സേവിക്കുവാൻ സാധിക്കും. We can serve him by obeying him. അനുസരിച്ചുകൊണ്ട് അവിടുത്തെ സേവിക്കുവാൻ കഴിയും. We can serve him by worshiping him. ആരാധിച്ചുകൊണ്ട് അവിടുത്തെ സേവിക്കുവാൻ സാധിക്കും. We can serve him by glorifying him. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവിടുത്തെ സേവിക്കുവാൻ കഴിയും. We can serve him by living a worthy life. ഒരു പ്രയോജനകരമായ ജീവിതം, യോഗ്യമായ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സേവിക്കുവാൻ കഴിയും. We can serve him continuing the mission of Christ. ദൈവത്തിന്റെ ദൗത്യത്തിൽ തുടർന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ സേവിക്കുവാൻ കഴിയും. We can serve him by serving the poor. പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയും. We can serve him being the bride of Christ. ഒരു സഭയുടെ മണവാട്ടി, ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന നിലയ്ക്ക് നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ സാധിക്കും. These are the 8 methods we can serve him. ഇങ്ങനെ 8 തരത്തിലാണ് നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്നത്. So we are on the second step of serving God. നാം ദൈവത്തെ സേവിക്കുന്നതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. We can serve him by obeying him. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയും. In the Gospel of John chapter 14, യോഹന്നാൻ എഴുതിയ 14-ാമത്തെ സുവിശേഷം 14-ാം അധ്യായത്തിൽ verse 15 we read, 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. If you love me you will keep my commandments. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. And also in verse 15 we read that if you love me you will keep my commandments. 15-ാമത്തെ വാക്യത്തിൽ നാം ഇത് തന്നെയാണ് വായിക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. In verse 21 and 23 and chapter 15 we read that if you love God we will obey him. 21-ാമത്തെ വാക്യത്തിലും 23-ാമത്തെ വാക്യത്തിലും അടുത്ത 15-ാമത്തെ അധ്യായത്തിലും നാം ഇതേ ആശയം തന്നെയാണ് അവിടെ കാണുന്നത്. So I'm going to draw a conclusion. We can serve him by obeying him. അതുകൊണ്ട് ഞാൻ അതിന്റെ രത്ന ചുരുക്കം പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ സേവിക്കണമെങ്കിൽ നാം ദൈവത്തെ അനുസരിച്ചേ മതിയാകൂ. When we obey God, നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ that shows 7 things of our life. നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടേണ്ട 7 കൂട്ടം കാര്യങ്ങളുണ്ട്. You know, obedience shows 7 things. അനുസരണം 7 തരം കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു. That's why obedience is very important in God's sight. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അനുസരണം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്. Not only in God's sight, in our human relationship also we expect obedience from the people whom we love. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മാത്രമല്ല, എന്തിന് കേവലം മനുഷ്യരുടെ ദൃഷ്ടിയിൽ പോലും മറ്റുള്ളവർ നമ്മെ അനുസരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. Parents expect obedience from their children. തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നുള്ള അനുസരണം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. Husbands expect obedience from their wives. ഭർത്താവ് ഭാര്യയിൽ നിന്നുള്ള അനുസരണത്തെ പ്രതീക്ഷിക്കുന്നു. Teachers expect obedience from the students. അധ്യാപകർ തങ്ങളുടെ വിദ്യാർത്ഥികളിൽ നിന്നും അനുസരണം പ്രതീക്ഷിക്കുന്നു. The boss expect obedience from the people working under him. യജമാനൻ തന്റെ കീഴിൽ ജോലിയെടുക്കുന്ന ദാസന്മാരിൽ നിന്നും അനുസരണം പ്രതീക്ഷിക്കുന്നു. Master expect obedience from slaves. ഉടയവൻ തന്റെ കീഴിലുള്ള അടിമയിൽ നിന്നും അനുസരണം പ്രതീക്ഷിക്കുന്നു. Even we expect obedience from the animals. എന്തിനധികം നാം മൃഗങ്ങളിൽ നിന്ന് പോലും അനുസരണം പ്രതീക്ഷിക്കുന്നു. You know, the master expect obedience from the dog. ഒരു യജമാനൻ തന്റെ നായിൽ നിന്നും അനുസരണത്തെ പ്രതീക്ഷിക്കുന്നു. You know, the housewife expect obedience from the chicken. നമുക്ക്
വീട്ടമ്മമാര് കോഴിയിൽ നിന്ന് അനുസരണം പ്രതീക്ഷിക്കുന്നുണ്ട്. That's why when it calls they expect the chicken should come and take food. അതുകൊണ്ടാണ് വീട്ടമ്മമാർ ഭക്ഷണത്തിന് വേണ്ടി കോഴിക്കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ അനുസരണത്തോടെ അവർ കടന്നു വരുന്നത്. So the masters expect obedience from the animals, the cows and the buffaloes, the animals, the domesticated animals. അതുകൊണ്ട് തന്നെ സകല യജമാനന്മാരും അവർ വളർത്തുന്ന വളർത്തുമൃഗങ്ങളിൽ നിന്നും അനുസരണത്തെ പ്രതീക്ഷിക്കുന്നു. Obedience is a big thing in relationship. അതുകൊണ്ട് തന്നെ ബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ അനുസരണത്തിന് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. Why God expects obedience from us? ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമ്മിൽ നിന്നും അനുസരണം പ്രതീക്ഷിക്കുന്നത്? Why obedience is very important? എന്തുകൊണ്ടാകുന്നു അനുസരണം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്? The first sin committed by Adam and Eve was disobedience. ആദവും ഹവ്വയും ആദ്യമായി അവർ ചെയ്ത പാപം എന്ന് പറയുന്നത് അനുസരണക്കേടായിരുന്നു. So obedience is very important. With disobedience, sin entered into this world. അനുസരണം എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അനുസരണക്കേട് കൊണ്ടാണ് നാം പാപത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. So dear brothers and dear sisters, this morning I would like to teach you about obedience. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അനുസരണത്തെക്കുറിച്ചാണ്. If I won't give this message, I will be disobedient to the voice of God. ഈ ആശയം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ദൈവശബ്ദത്തോട് അനുസരണക്കേട് കാണിക്കുകയാണ്. So I want to be obedient to the word of God and to the voice of God this morning. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ദൈവശബ്ദത്തിനും ദൈവത്തിന്റെ വചനത്തോടും ഞാൻ അനുസരണം കൊണ്ട് മറുപടി പറയുവാൻ ബാധ്യസ്ഥനാണ്. The first thing obedience shows is our love. ആദ്യമായി അനുസരണത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹമാകുന്നു. അനുസരണം വെളിപ്പെടുത്തുന്നത് ആദ്യം സ്നേഹത്തെയാണ്. That's what in the Gospel of John chapter 14 and 15 we read, if you love me you will obey my commandments. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും നാം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. Obedience shows how much we love a person. അനുസരണം ഒരു വ്യക്തിയെ നാം എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. Love is obedience is inevitable in love. അനുസരണത്തിൽ ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമാണ് സ്നേഹം എന്നുള്ളത്. That's why Bible says in Gospel of John chapter 14 Jesus says, as I obey my Father, if you will obey me, you can abide in my love. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെ അനുസരിച്ചതുപോലെ നിങ്ങൾ എന്നെ അനുസരിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലകൊള്ളുവിൻ. As I obeyed my Father and lived in his love, if you will obey me, you can live in my love. ഞാൻ എൻ്റെ പിതാവിനെ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ നിലകൊള്ളുന്നത് പോലെ തന്നെ നിങ്ങൾ എന്നെ അനുസരിക്കുകയാണെങ്കിൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾക്കും നിലകൊള്ളുവാൻ കഴിയും. So obedience shows how much we love a person. അതുകൊണ്ട് അനുസരണം തെളിയിക്കുന്നത് കാണിക്കുന്നത് നാം ഒരു വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ്. Obedience to the word shows how much we love God. ദൈവവചനത്തോട് നാം എത്രമാത്രം അനുസരണം കാണിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത് നമുക്ക് ദൈവത്തോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നാകുന്നു. If we obey any human being's voice, that shows how much we love that person. ഏതെങ്കിലും ഒരു മനുഷ്യ ശബ്ദത്തിന് നിങ്ങൾ സ്നേഹിക്കുന്നു, അനുസരണം കൊണ്ട് മറുപടി പറയുന്നുവെങ്കിൽ അത് കാണിക്കുന്നത് ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹത്തെയാണ്. Obedience to the word shows how much you love God. തിരുവചനത്തെ നിങ്ങൾ എത്രമാത്രം അനുസരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ്. Secondly, obedience shows respect, fear and reverence. രണ്ടാമത്തേതായ അനുസരണം കാണിക്കുന്നത് ഭയഭക്തി ബഹുമാനത്തെയാണ്. No, it's sure. When we obey somebody, that shows how much we respect that person. അതായത് നിങ്ങൾ ഒരു വ്യക്തിയെ അനുസരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം ആദരിക്കുന്നു എന്നാകുന്നു. How much we give reverence to that person. എത്രമാത്രം നിങ്ങൾ ആ വ്യക്തിക്ക് ബഹുമാനം കൊടുക്കുന്നു എന്നാകുന്നു. So when we obey the word of God, that shows how much we fear God, how much we respect God, how much we give reverence to him. അതുകൊണ്ട് നാം ദൈവവചനത്തെ അനുസരിക്കുന്നുവെങ്കിൽ അത് തെളിയിക്കുന്നത് നാം ദൈവത്തെ എത്രമാത്രം ആദരിക്കുന്നുവെന്നും നാം ദൈവത്തെ എത്രമാത്രം സ്തുതിക്കുന്നുവെന്നും എത്രമാത്രം ബഹുമാനിക്കുന്നുവെന്നുമാകുന്നു. We heard a testimony of a sister this morning. ഇന്ന് പകൽക്കാലം ഒരു സഹോദരിയുടെ സാക്ഷ്യം നാം കേട്ടു കഴിഞ്ഞു. Now by obeying the word, by obeying the commandment of Jesus Christ, she is showing to the world and to God how much she loves and respects and reverence God. പ്രിയപ്പെട്ടവൾ ജലത്തിൽ യേശുവിനെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സാക്ഷ്യം പറഞ്ഞപ്പോൾ അത് വിളിച്ചു പറയുന്നത് താൻ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാകുന്നു. Thirdly, മൂന്നാമതായി obedience shows submission. അനുസരണം സമർപ്പണത്തെ കാണിക്കുന്നു, കീഴ്പ്പെടലിനെ കാണിക്കുന്നു. Submission, കീഴ്പ്പെടുന്നതിനെ കാണിക്കുന്നു. When I obey somebody's word, when I obey the word of God, I show, Lord, I submit myself to your voice and to your plan.
ദൈവശബ്ദത്തെ നാം അനുസരിക്കുമ്പോൾ അത് വിളിച്ചു പറയുന്നത്, കർത്താവേ, ഞാൻ അങ്ങയുടെ വചനത്തെ മുമ്പിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, when you are disobedient, that shows that you are rebellious to the plan and purpose of God. നിങ്ങൾ എപ്പോഴെങ്കിലും അനുസരണക്കേട് കാണിക്കുന്നുവെങ്കിൽ അത് വിളിച്ചു പറയുന്നത് നിങ്ങൾ ദൈവവചനത്തോട് മറുതലിക്കുന്നവരാണ് എന്നാകുന്നു. That is not submission, it is rebellion. അതൊരിക്കലും കീഴ്പ്പെടല്ല, മറിച്ച് എതിർത്ത് നിൽക്കലാണ്. When Jesus came to John the Baptist to take water baptism, യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് യേശു കർത്താവ് സ്നാനത്തിനായി കടന്നു വന്നപ്പോൾ, actually John the Baptist didn't want to baptize Jesus. യഥാർത്ഥത്തിൽ യോഹന്നാൻ സ്നാപകന് യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ മനസ്സിലായിരുന്നു. And he said, no, I won't do this. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലല്ല, ഇത് ഞാൻ ചെയ്യേണ്ട ഒന്നല്ല. Because you are holier than me. കാരണം നീ എന്നേക്കാൾ പരിശുദ്ധനാകുന്നു. You are born of Holy Spirit. നീ പരിശുദ്ധാത്മാവിൽ ജനിച്ച വ്യക്തിയാകുന്നു. So you need not do any baptism. You don't need any baptism. അതുകൊണ്ട് തന്നെ നിനക്ക് സ്നാനമേൽക്കേണ്ട ആവശ്യമില്ല. Then Jesus said to John the Baptist, അപ്പോൾ യേശു കർത്താവ് സ്നാപകനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, John, യോഹന്നാനേ, submit now, sir. You do it now. Let us obey the plan and purpose of God. നീ ഇപ്പോൾ ചെയ്യുക, അങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാകുന്നു. Let us obey the plan and purpose of God. നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശത്തെ നമുക്ക് അനുസരിക്കാം. You know, when God sent Jesus into this world, ഈ ലോകത്തിലേക്ക് ദൈവം യേശുവിനെ അയച്ചപ്പോൾ, this was the plan of God that Jesus should take water baptism from the hands of John the Baptist. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമെടുക്കുക എന്നുള്ളതായിരുന്നു സ്വർഗീയ പിതാവിന്റെ യേശുവിനോടുള്ള ബന്ധത്തിലുള്ള ഉദ്ദേശം. Through the baptism, God wanted to reveal Jesus to this world. സ്നാനത്തിലൂടെയാകുന്നു ദൈവം യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, so baptism obedience shows submission to the plan of God. ദൈവ പദ്ധതിക്ക് മുമ്പേ നമ്മളുള്ള സാഷ്ടാംഗമായുള്ള കീഴ്പ്പെടുത്തലാണ് അനുസരണം When കാണിക്കുന്നത്. you obey what I say to you, ഞാൻ നിങ്ങളോട് എന്തു പറഞ്ഞുവോ അതനുസരിക്കുന്നത്, that shows that you are submitted to me. അത് കാണിക്കുന്നു നിങ്ങൾ എന്നോടുള്ള നിങ്ങളുടെ വിധേയത്വമാകുന്നു. Fourthly, obedience acknowledges the authority over you. അടുത്തതായി അനുസരണം നിങ്ങളുടെ മേലുള്ള അധികാരത്തെ അംഗീകരിക്കുന്നു. You know, when you obey a person, നിങ്ങൾ ഒരു വ്യക്തിയെ അനുസരിക്കുമ്പോൾ you acknowledge that he is a man of authority. കാരണം ആ വ്യക്തിക്ക് നിങ്ങളുടെ മേലുള്ള അധികാരത്തെയാണ് നിങ്ങൾ You അംഗീകരിക്കുന്നത്. acknowledge that God, you acknowledge his authority and power over you. നിങ്ങളുടെ ജീവിതത്തിന് മേലുള്ള അധികാരത്തെ നിങ്ങൾ അരക്കിട്ട് In ഉറപ്പിക്കുകയാണ്. the same manner, അതേ അളവിൽ തന്നെ when you obey the word, you acknowledge the power of word, the authority of word over your life. നിങ്ങൾ തിരുവചനത്തെ അനുസരിക്കുമ്പോൾ അത് തെളിയിക്കുന്നത് തിരുവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ അപ്രമാദിത്വത്തെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, that's why obedience is very important. അതുകൊണ്ടാണ് അനുസരണം അത്രമാത്രം പ്രാധാന്യം So അർഹിക്കുന്നത്. obedience shows our love. അനുസരണം നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. It shows our respect, fear and reverence. ദൈവത്തോടുള്ള നമ്മുടെ ഭയത്തെയും ബഹുമാനത്തെയും അത് വെളിപ്പെടുത്തുന്നു. It shows that we are submitted to the plan and purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തിനും ലക്ഷ്യത്തിനും നമ്മെ തന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നത് And തെളിയിക്കുന്നു. also we acknowledge God's power and the authority of the word over our life. തിരുവചനത്തിന് നമ്മുടെ ജീവിതത്തിന് മേലുള്ള അധികാരത്തെയും ദൈവത്തിന്റെ അധികാരത്തെയും നാം അരക്കിട്ടുറപ്പിക്കുകയാണ്. Fifthly, അഞ്ചാമതായി it reveals our relationship. അത് നമ്മുടെ ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. When you obey the word or obey God's plan and purpose, that shows that you are in good relationship with God. നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ അധികാരത്തെ നിങ്ങൾ വിധേയപ്പെടുമ്പോൾ അത് തെളിയിക്കുന്നത് നിങ്ങളും ദൈവവുമായി നല്ലൊരു ബന്ധത്തിലാകുന്നു എന്നാകുന്നു. But when you disobey the plan and purpose of God, ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ that shows that you are not in a good relationship with God. അത് തെളിയിക്കുന്നത് നിങ്ങൾ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം അത്ര നല്ലതല്ല എന്നാകുന്നു. That shows that you are in enmity with God. അത് തെളിയിക്കുന്നത് നിങ്ങൾ ദൈവവുമായി ശത്രുത്വത്തിലാകുന്നു എന്നാകുന്നു. That shows that you are in rebellion with God. അത് തെളിയിക്കുന്നത് നിങ്ങൾ ദൈവവുമായി മറുതലിപ്പിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നാകുന്നു. That's true in our day-to-day life. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു. That's true in our family life. അത് നമ്മുടെ കുടുംബ ജീവിതത്തിലും സാർത്ഥകമാണ്. That's true in our community, in our social life. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അത് പ്രയോജനകരമായ ഒന്നാകുന്നു. Obedience reveals our relationship. അനുസരണം നമ്മുടെ ബന്ധത്തെ തെളിയിക്കുന്നു. The stronger the relationship, the stronger will be the obedience. നമ്മുടെ ബന്ധം എത്രമാത്രം ശക്തിമത്താണോ അനുസരണം അത്രമാത്രം ശക്തിബദ്ധമായിരിക്കും. Stronger our relationship, stronger will be our obedience. നമ്മുടെ ബന്ധം ശക്തിമത്താകണമോ നമ്മുടെ അനുസരണവും രൂഢമൂലമായിരിക്കണം. Stronger our relationship, faster will be our obedience. നമ്മുടെ ബന്ധം എത്രമാത്രം ശക്തിമത്താണോ അതിനേക്കാൾ വേഗതയിലായിരിക്കും നമ്മുടെ അനുസരണം. And sixthly, ആറാമതായി Bible says
തിരുവചനം പറയുന്നു, God is looking for obedience rather than sacrifice. ദൈവം യാഗത്തെക്കാൾ ഉപരി അനുസരണത്തിലാണ് പ്രസാദിക്കുന്നതെന്ന് പറയുന്നു. So obedience stands higher to sacrifice. യാഗത്തെക്കാളും മേത്തരമാണ് അനുസരണം. So the God expects obedience from us because he is expecting obedience rather than sacrifice. ദൈവത്തെ നാം അനുസരിക്കണമെന്ന് പറയുമ്പോൾ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് യാഗത്തെക്കാൾ ഉപരിയായി മേത്തരമായ അനുസരണമാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. Here sacrifice means worship. ഇവിടെ യാഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് So ആരാധനയാകുന്നു. what does it mean? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? God doesn't want any worship from disobedient people. അവനെ അനുസരിക്കാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയുടെ ആരാധനയിൽ അവന് വലിയ നല്ല ഒട്ടും താല്പര്യമില്ല. He said first go and obey me and then come and do the sacrifice. അവന് പറയാനുള്ളത് നീ പോയി അനുസരിച്ച് അതിനുശേഷം വന്ന് നിന്റെ യാഗത്തെ അർപ്പിക്കുക. Dear brothers and dear sisters, പ്രിയ സഹോദരി so സഹോദരന്മാരെ, obedience is higher than sacrifice. അതുകൊണ്ട് തന്നെ അനുസരണം യാഗത്തെക്കാൾ മേത്തരമാകുന്നു. So God is when we come to do worship or when we come to worship God, നാം ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുമ്പോൾ his eyes are looking into us whether you have been obedient to my word or not. ദൈവത്തിന്റെ കണ്ണുകൾ പരതി നടക്കുന്നത് നിങ്ങൾ അവന്റെ വചനത്തെ അനുസരിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളതാകുന്നു. Whether you are an obedient child of God or not. നിങ്ങൾ ദൈവത്തിന്റെ അനുസരണമുള്ള ഒരു പൈതലാണോ അല്ലയോ എന്നുള്ളതാകുന്നു. So he will say that go and obey me first. അതുകൊണ്ട് ദൈവം പറയും നീ ആദ്യം പോയി എന്നെ അനുസരിക്കുക. And finally, അവസാനമായി our obedience proves that we have a leader or we are under a covering. നമ്മുടെ അനുസരണം തെളിയിക്കുന്നത് നാം കർത്തൃത്വത്തിന് കീഴിലാണെന്നുള്ള ഒരു പരമാർത്ഥത്തെയാണ്. It shows that we have a covering over our life. നമ്മുടെ ജീവിതത്തിന്മേൽ ഒരു കവചമുണ്ട്. When I obey the word, that shows that I am under the covering of that person. ഞാൻ അനുസരണം ദൈവവചനത്തോട് അനുസരിക്കുമ്പോൾ അത് തെളിയിക്കുന്നത് ഞാൻ ആ വ്യക്തിയുടെ സുരക്ഷയുടെ കവചത്തിന് കീഴിലാകുന്നു. If anything happens after my obedience, he is responsible. എന്റെ അനുസരണത്തിന്റെ അനന്തരഫലമായി എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ആ വ്യക്തിക്കാകുന്നു. God was bound to keep the Israelites because they obeyed his word. ഇസ്രായേൽ ജനം തന്റെ വചനത്തെ അനുസരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ തങ്ങളുടെ മുഴു ജീവിതത്തിന്റെയും ഉത്തരവാദിത്തം ദൈവത്തിനായിരുന്നു. That's why he had to feed them for 40 years. അതുകൊണ്ടാണ് മരുഭൂമിയിൽ നീണ്ട 40 വർഷക്കാലം ദൈവം ഇസ്രായേൽ ജനത്തെ പോഷിപ്പിച്ചത്. Because these people just heard the voice of Moses and came out of the bondage of Israel, out of the bondage of Egypt. കാരണം ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്നും എന്റെ ദാസനായ മോശയുടെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചതാണ് ഈ പുരുഷാരം. Now God is bound to keep them. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. God is bound to protect them. അവരെ സൂക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായ ഉത്തരവാദിത്തമായിരുന്നു. Bound to take them to the promised land. വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കൈപിടിച്ച് നടത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. When you obey God, there is a covering over you. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കവചമുണ്ട്. There is a covering of God for every obedient person. ദൈവത്തെ അനുസരിക്കുന്ന ഏത് വ്യക്തി ജീവിതത്തിന്റെ മേലും ദൈവത്തിന്റെ ഒരു കവചമുണ്ട്. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, the moment you submit and surrender to the plan and purpose of God, ദൈവത്തിന്റെ ഉദ്ദേശത്തിനും ദൈവത്തിന്റെ ലക്ഷ്യത്തിനുമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച മാത്രയിൽ a covering is placed over you. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു കവചമുണ്ട്. And that covering is God's covering. ആ കവചം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കരങ്ങളാകുന്നു. Why? എന്തുകൊണ്ട്? You obeyed the voice of God. ദൈവശബ്ദത്തെ നീ അനുസരിച്ചു. You surrender and submitted to the voice of the God. ദൈവശബ്ദത്തിന് മുമ്പാകെ നീ നിന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു. So this morning I guarantee that there is a covering in obedience. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അനുസരിക്കപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ കവചമുണ്ട്. Now why are you hesitant to obey God? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നിങ്ങൾ ഇനിയും അനുസരിക്കുവാൻ അമാന്തിക്കുന്നു? Why you are tarrying to obey the word of God? എന്തുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുന്നതിൽ നീളം വെച്ചു പോകുന്നു? When the word says something, get ready and hasten yourself to obey the word of God. ദൈവവചനം നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതനുസരിക്കുവാനുള്ള ഒരു തിടുക്കം നിങ്ങളുടെ അന്തരാത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. Because by obedience you show to the world how much you love God. കാരണം അനുസരണം ലോകത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് ദൈവവുമായുള്ള എത്രമാത്രം സ്നേഹമുണ്ടെന്നാകുന്നു. Obedience declared to the world how much you respect and adore and worship him.
നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നു എന്നുള്ളതിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹവും ഭയവും ഭക്തിയും എത്രമാത്രം ആഴത്തിലാകുന്നു By എന്നുള്ളതാണ്. obedience, you declare to the world that you are submitted to the plan and purpose of God. ദൈവവചനത്തോടുള്ള നിങ്ങളുടെ അനുസരണം കൊണ്ട് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ദൈവവചനത്തിന് മുമ്പാകെ നിങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണത്തെയാകുന്നു. By obeying the word of God, you declare to the world, I acknowledge the authority of the word and the authority of God over my life. ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കുന്നത് മുഖാന്തരമായി നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിനും ദൈവത്തിന്റെ ശക്തിക്കുമുള്ള അളവറ്റ വലുപ്പത്തെ കുറിച്ചാകുന്നു. It also shows that I have a right relationship with God. അത് മാത്രമല്ല അത് വിളിച്ചു പറയുന്നത് ദൈവവുമായി എനിക്ക് നേരായ It ബന്ധമുണ്ട്. also declares to the world that I have a clear conscience before God. ലോകത്തോട് നമുക്ക് വിളിച്ചു പറയുവാൻ മറ്റൊരു പരമാർത്ഥമുള്ളത് നമുക്ക് ദൈവത്തോട് നല്ല മനസാക്ഷിയുണ്ട്. Dear brothers and dear sisters, പ്രിയ സഹോദരീ this സഹോദരന്മാരെ, morning I challenge each and every one of you to obey the word of God and obey the voice of God. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ദൈവവചനത്തെ അനുസരിക്കുക, അതിന് കീഴ്പ്പെടുക. The world may not understand what God has spoken to you, ഒരുപക്ഷേ ദൈവം നിങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിന്റെ അന്തസത്ത ലോകത്തിന് മനസ്സിലാവുകയില്ല. but you are sure that God spoke to you. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവം നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. One day God spoke to Abraham. ഒരിക്കൽ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. Abraham, I want you have to take your son and sacrifice him on Mount Moriah. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെയും എടുത്ത് മോറിയ മലയിലേക്ക് പോകുക. To sacrifice Isaac at the mountain. ആ മലയുടെ മുകളിൽ നിന്റെ മകനായ ഇസഹാക്കിനെ എനിക്ക് യാഗമർപ്പിക്കുക. Abraham heard that voice very clearly. അബ്രഹാം ദൈവത്തിൽ നിന്നും കേട്ടത് വളരെ വ്യക്തമായിട്ടായിരുന്നു. And he was just waiting, let it be dawn so that I can go and obey God. ഒട്ടും താമസിക്കാതെ താൻ കേട്ട ശബ്ദത്തിന് മുമ്പാകെ അനുസരണം കൊണ്ട് അബ്രഹാം മറുപടി പറഞ്ഞു. You know what God has spoken to you. നിങ്ങൾക്കറിയാം നിങ്ങളോട് ദൈവം എന്താണ് പറഞ്ഞതെന്ന്. You know what God has spoken to you personally and individually. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം എന്താണെന്ന് നിങ്ങൾ കേട്ട വ്യക്തിയാകുന്നു. God has a plan for this church as a whole body of Christ. സഭയാം ശരീരം എന്ന നിലയ്ക്ക് ഈ കൂട്ടായ്മയോട് ദൈവത്തിന് നിയതമായ ഒരു പദ്ധതിയുണ്ട്. And again he has a special plan for my life. എന്റെ ജീവിതത്തോടും ദൈവത്തിന് വ്യക്തമായ ഒരു He പദ്ധതിയുണ്ട്. has a plan for each and every one of you. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയോടും വ്യക്തിപരമായി ദൈവത്തിന് ഒരു So പദ്ധതിയുണ്ട്. it is your responsibility to obey that plan and purpose of God in your life. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തെയും ലക്ഷ്യത്തെയും പൂർത്തീകരിക്കുക എന്നുള്ളത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായ So when കാര്യമാണ്. you obey the voice that you heard from God, ദൈവത്തിൽ നിന്നും നിങ്ങൾ കാലാകാലമായി കേട്ട ശബ്ദത്തിന് നിങ്ങൾ അനുസരിക്കുക. that shows your right relationship, that you are in right relationship with God. അത് തെളിയിക്കുന്നത് ദൈവവുമായി നിങ്ങൾ നേരായ നിരപ്പായ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. And then we learned that obedience is better than sacrifice. നാം തുടർന്ന് പഠിച്ചത് അനുസരണത്തിന് യാഗത്തെക്കാൾ മേത്തരമായ പദവിയുണ്ട്. God is looking for our obedience. ദൈവം നമ്മുടെ അനുസരണത്തെയാണ് നോക്കി പാർക്കുന്നത്. He don't want to be disobedient to the plan and purpose of God and come and worship God. ദൈവത്തിന്റെ പദ്ധതിയെയും ലക്ഷ്യത്തെയും നിരാകരിച്ചുകൊണ്ട് അനുസരണക്കേട് കാട്ടിക്കൊണ്ട് തന്നെ ആരാധിക്കുവാൻ ജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. And finally we'll learn that obedience brings or obedience shows that you are under a leader or you have a covering over you. അവസാനമായി അനുസരണം കൊണ്ട് നാം വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് നാം പഠിച്ചത് നാം കർത്തൃത്വത്തിന് കീഴിലാകുന്നു, നമ്മുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ സുരക്ഷയുടെ കവചമുണ്ടെന്നാകുന്നു. If anybody will ask you why did you do this, you have an answer. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അനുസരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരമുണ്ട്. The God sent me to do so. ദൈവം എന്നോട് പറഞ്ഞു അങ്ങനെ അനുസരിക്കണമെന്ന്. One day the Jewish synagogue leaders and the Pharisees came to a blind man, ex-blind man. ഒരിക്കൽ യഹൂദ സിനഗോഗുകളിൽ നിന്നും പരീശന്മാരും ശാസ്ത്രിമാരും എന്ന് കുരുടനായ മനുഷ്യനോട് ചോദിച്ചു. And also came to a man who was healed on Sabbath. ശബ്ബത്തിൽ യേശു കർത്താവ് സൗഖ്യമാക്കിയ മനുഷ്യനോടും അവർ ഇത് തന്നെയാണ് ചോദിച്ചത്. Why do you carry the burden? Why do you carry all these things on Sabbath? എന്തുകൊണ്ടാകുന്നു ശബ്ബത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നത്? Why you do all these things on the day that God has sanctified and set apart for him? ദൈവം തനിക്ക് വേണ്ടി ശുദ്ധീകരിച്ച് തനിക്ക് വേണ്ടി മാത്രമാക്കിയ ശബ്ബത്ത് ദിവസത്തിൽ എന്തുകൊണ്ട് നീ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നു? I love the answer of that man. ആ മനുഷ്യന്റെ ഉത്തരത്തെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. He said like this. അവൻ എന്നോട് The one who has healed me asked me to do this, I'm doing it. എന്നെ സൗഖ്യമാക്കിയ വ്യക്തിയുണ്ടല്ലോ, അവൻ എന്നോട് പറഞ്ഞു, ഞാൻ അതനുസരിക്കുന്നു. I am under authority. ഞാൻ കർത്തൃത്വത്തിന് കീഴിലാകുന്നു. There is a man who healed me. എന്നെ സൗഖ്യമാക്കിയ ഒരുത്തനുണ്ട്. There is a man who was after my life. എന്റെ ജീവിതത്തിന്റെ പുറകെ ഇന്ന് വരെ നടന്ന ഒരു വ്യക്തിയുണ്ട്. There is a man who changed my life. എന്റെ ജീവിതത്തെ അപ്പാടെ രൂപാന്തരപ്പെടുത്തിയ ഒരു I am വ്യക്തിയുണ്ട്. obeying
what he told me to do. അവൻ എന്നോട് എന്തു പറഞ്ഞുവോ അത് ഞാൻ അനുസരിക്കും. So obedience shows all these 7 things. അതുകൊണ്ട് അനുസരണം വെളിപ്പെടുത്തുന്നത് ഈ 7 കൂട്ടം കാര്യങ്ങളെ. Father, we know where we have failed and what are the areas we are still disobedient and stubborn this morning. സ്വർഗ്ഗത്തിലെ പ്രിയ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിത മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ വ്യക്തമായി അറിയുന്നു. We know where we are stubborn this morning. ഇന്ന് പകൽക്കാലം ഞങ്ങൾ എവിടെയൊക്കെ ഞങ്ങൾ എവിടെയൊക്കെ അങ്ങയോട് മറുതലിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. We know what we are supposed to do. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾ അറിയുന്നു. We know what is the next step we have to obey in our life. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ അനുസരിക്കുവാനായി ഞങ്ങൾ എടുക്കേണ്ട അടുത്ത ചുവട് എന്തെന്നും ഞങ്ങൾ അറിയുന്നു. But we are stubborn. പക്ഷേ പലപ്പോഴും ഞങ്ങൾ മറുതലിക്കുന്നവരായിത്തീരുന്നു. We fear people rather than you, O Lord. കർത്താവേ, ഞങ്ങൾ അങ്ങിലേക്കാൾ ഉപരിയായി മനുഷ്യരെ ഭയപ്പെടുന്നു. We love something else other than you. കർത്താവേ, അങ്ങേക്കാൾ ഉപരിയായി ഞങ്ങൾ മറ്റെന്തിനെയോ സ്നേഹിക്കുന്നു. This morning you have opened our eyes to see the importance of obedience. കർത്താവേ, ഇന്ന് പകൽക്കാലം അനുസരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനായി നന്ദി പറയുന്നു. From this day onwards, ഈ ദിവസം മുതൽ we make a strong decision that we will obey you, that what may come in our life. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ കടന്നു വന്നാലും ഞങ്ങളൊരു ഉറച്ച തീരുമാനം ഇന്നെടുക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ അനുസരിക്കും. If it is in the word, we will obey you. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ അതുണ്ട് എങ്കിൽ ഞങ്ങൾ അത് അനുസരിക്കും. If it is spoken by you, we will obey you. കർത്താവേ, അങ്ങ് അത് തിരുവായി മൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് അനുസരിക്കും. And this morning we make a commitment to obey your word and walk after your word. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങേക്കും അങ്ങയുടെ വചനത്തിനും മുമ്പാകെ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. Now we know once we obey you, we have your favor on our life. ഒരിക്കൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങയെ അനുസരിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ നിതാന്തമായ പ്രസാദം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. And that favor is more than enough for us. കർത്താവേ, അങ്ങയുടെ പ്രസാദം ഒന്ന് മാത്രം മതി ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. Help us to live in the favor of God. ദൈവത്തിന്റെ പ്രസാദത്തിൽ തുടർന്നും ജീവിക്കുവാൻ ഞങ്ങളെ Help us to സഹായിക്കുമാറാകണമേ. obey your word and walk in obedience of Father. കർത്താവേ, അങ്ങയുടെ വചനത്തെ അനുസരിക്കുവാനും അങ്ങയോടൊത്ത് അനുസരണത്തോടുകൂടെ നടക്കുവാനും ഞങ്ങളെ I സഹായിക്കണം. just commit each and every one of the people who have been attending this service into your hand this morning. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മ ആചരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ബരമേൽപ്പിക്കുന്നു. Be with them, O Father. കർത്താവേ, അവരെ സൂക്ഷിക്കുമാറാകണമേ. Guide them, O Lord. അവരെ നയിക്കുമാറാകണമേ. Speak to them, Holy Spirit. അവരോട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഹൃദ്യമായി ഇടപെടുമാറാകണമേ. And open their eyes to see your word and follow your footsteps. കർത്താവേ, അങ്ങയുടെ വഴികളെ പിന്തുടരുവാൻ അങ്ങയുടെ തിരുവചനത്തിന്റെ ഉള്ളളവുകളെ ഗ്രഹിക്കുവാൻ അവരുടെ കണ്ണുകളെ തുറക്കണമേ. All glory and honor and praise be unto you and you alone. സകല മാനവും മഹത്വവും സ്തുതിയും അങ്ങേക്ക് മാത്രം. Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. Amen.
were meditating upon the words and finding out the purpose of the church in this world. നാം കഴിഞ്ഞ നാളുകളിലെല്ലാം ചിന്തിച്ചു കൊണ്ടിരുന്നത് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സഭയുടെ ഉദ്ദേശവും അതിന്റെ ലക്ഷ്യവും എന്തായിരുന്നു എന്നാണ്. What is the mission of the church in this world? ഈ ലോകത്തിൽ സഭയുടെ ദൗത്യം എന്താകുന്നു? And we learned that the mission of the church is trifold. നാം പഠിച്ചു കഴിഞ്ഞു സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ത്രിമുഖ പദ്ധതിയിൽ അധിഷ്ഠിതമാണ്. The first and foremost mission is to serve God. ആദ്യമായും ആത്യന്തികമായും ദൈവസഭയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുക എന്നുള്ളതാകുന്നു. And the second one is serve the body of Christ. രണ്ടാമത്തേതായി സഭയാം ശരീരത്തെ സേവിക്കുക. And the third one is to serve the world where God has placed us. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നാം ആയിരിക്കുന്ന മണ്ഡലത്തിൽ ആ സമൂഹത്തെ നാം സേവിക്കുക. And we are meditating upon how can we serve God. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എങ്ങനെ ദൈവത്തെ സേവിക്കുവാൻ കഴിയും. And first thing we learned that we can serve him by loving him. ഒന്നാമതായി നാം പഠിച്ചു കഴിഞ്ഞത് നമുക്കവനെ സേവിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയും. No, സ്നേഹിച്ചുകൊണ്ട് സേവിക്കാൻ. We can serve him by loving him. അവനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് അവനെ സേവിക്കുവാൻ കഴിയും. And we learned that why should we love him? നാം പഠിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് നാം അവനെ സ്നേഹിക്കണം. I don't want to repeat all those things. Now I would like to go to the second point of my message is of serving God. അതുകൊണ്ട് തന്നെ കഴിഞ്ഞതിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ അടുത്ത ആശയത്തിലേക്ക് കടക്കട്ടെ. എങ്ങനെ നാം ദൈവത്തെ സേവിക്കണം. The second point in serving God. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് ദൈവത്തെ സേവിക്കുക എന്നുള്ളതാകും. We can serve him by obeying him. നമുക്ക് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ സാധിക്കും. Let me tell 8 things right now so that you can know where we are heading to. 8 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എവിടേക്കാണ് ഉന്നം വെക്കുന്നതെന്ന്. We can serve him by loving him. നമുക്കവനെ സ്നേഹിച്ചുകൊണ്ട് സേവിക്കുവാൻ സാധിക്കും. We can serve him by obeying him. അനുസരിച്ചുകൊണ്ട് അവിടുത്തെ സേവിക്കുവാൻ കഴിയും. We can serve him by worshiping him. ആരാധിച്ചുകൊണ്ട് അവിടുത്തെ സേവിക്കുവാൻ സാധിക്കും. We can serve him by glorifying him. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവിടുത്തെ സേവിക്കുവാൻ We കഴിയും. can serve him by living a worthy life. ഒരു പ്രയോജനകരമായ ജീവിതം യോഗ്യമായ ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സേവിക്കുവാൻ We കഴിയും. can serve him continuing the mission of Christ. ദൈവത്തിന്റെ ദൗത്യത്തിൽ തുടർന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ സേവിക്കുവാൻ We കഴിയും. can serve him by serving the poor. പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയും. We can serve him being the bride of Christ. ഒരു സഭയുടെ മണവാട്ടി ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന നിലയ്ക്ക് നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ സാധിക്കും. These are the 8 methods we can serve him. ഇങ്ങനെ 8 തരത്തിലാണ് നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്നത്. So we are on the second step of serving God. നാം ദൈവത്തെ സേവിക്കുന്നതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. We can serve him by obeying him. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സേവിക്കുവാൻ In the കഴിയും. Gospel of John chapter 14 യോഹന്നാൻ എഴുതിയ 14-ാമത്തെ സുവിശേഷം 14-ാം അധ്യായത്തിൽ verse 15 we read, 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. if you love me you will keep my commandments. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. And also in verse 15 we read that if you love me you will keep my commandments. 15-ാമത്തെ വാക്യത്തിൽ നാം ഇത് തന്നെയാണ് വായിക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ In കാത്തുകൊള്ളും. verse 21 and 23 and in chapter 15 we read that if you love God we will obey him. 21-ാമത്തെ വാക്യത്തിലും 23-ാമത്തെ വാക്യത്തിലും അടുത്ത 15-ാമത്തെ അധ്യായത്തിലും നാം ഇതേ ആശയം തന്നെയാണ് അവിടെ കാണുന്നത്. So I'm going to draw a conclusion. We can serve him by obeying him. അതുകൊണ്ട് ഞാൻ അതിന്റെ രത്നച്ചുരുക്കം പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ സേവിക്കണമെങ്കിൽ നാം ദൈവത്തെ അനുസരിച്ചേ മതിയാകൂ. When we obey God, നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ that shows 7 things of our life. നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടേണ്ട 7 കൂട്ടം കാര്യങ്ങളുണ്ട്. You know, obedience shows 7 things. അനുസരണം 7 തരം കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നു. That's why obedience is very important in God's sight. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അനുസരണം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത്. Not only in God's sight, in our human relationship also we expect obedience from the people whom we love. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മാത്രമല്ല, എന്തിന് കേവലം മനുഷ്യരുടെ ദൃഷ്ടിയിൽ പോലും മറ്റുള്ളവർ നമ്മെ അനുസരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. Parents expect obedience from their children. തങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്നുള്ള അനുസരണം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. Husbands expect obedience from their wives. ഭർത്താവ് ഭാര്യയിൽ നിന്നുള്ള അനുസരണത്തെ പ്രതീക്ഷിക്കുന്നു. Teachers expect obedience from the students. അധ്യാപകർ തങ്ങളുടെ വിദ്യാർത്ഥികളിൽ നിന്നും അനുസരണം പ്രതീക്ഷിക്കുന്നു. The boss expect obedience from the people working under him. യജമാനൻ തന്റെ കീഴിൽ ജോലിയെടുക്കുന്ന ദാസന്മാരിൽ നിന്നും അനുസരണം പ്രതീക്ഷിക്കുന്നു. Master expect obedience from slaves. ഉടയവൻ തന്റെ കീഴിലുള്ള അടിമയിൽ നിന്നും അനുസരണം പ്രതീക്ഷിക്കുന്നു. Even we expect obedience from the animals. എന്തിനധികം നാം മൃഗങ്ങളിൽ നിന്ന് പോലും അനുസരണം പ്രതീക്ഷിക്കുന്നു. You know, the master expect obedience from the dog. ഒരു യജമാനൻ തന്റെ നായിൽ നിന്നും അനുസരണത്തെ പ്രതീക്ഷിക്കുന്നു. You know, the housewife expect obedience from the chicken. നമുക്ക്
വീട്ടമ്മമാര് കോഴിയിൽ നിന്ന് അനുസരണം പ്രതീക്ഷിക്കുന്നുണ്ട്. That's why when it calls they expect the chicken should come and take food. അതുകൊണ്ടാണ് വീട്ടമ്മമാർ ഭക്ഷണത്തിന് വേണ്ടി കോഴിക്കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ അനുസരണത്തോടെ അവർ കടന്നു വരുന്നത്. So the masters expect obedience from the animals, the cows and the buffaloes, the animals, the domesticated animals. അതുകൊണ്ട് തന്നെ സകല യജമാനന്മാരും അവർ വളർത്തുന്ന വളർത്തുമൃഗങ്ങളിൽ നിന്നും അനുസരണത്തെ പ്രതീക്ഷിക്കുന്നു. Obedience is a big thing in relationship. അതുകൊണ്ട് തന്നെ ബന്ധം കെട്ടിപ്പടുക്കുന്നതിൽ അനുസരണത്തിന് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. Why God expects obedience from us? ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമ്മിൽ നിന്നും അനുസരണം പ്രതീക്ഷിക്കുന്നത്? Why obedience is very important? എന്തുകൊണ്ടാകുന്നു അനുസരണം അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നത്? The first sin committed by Adam and Eve was disobedience. ആദവും ഹവ്വയും ആദ്യമായി അവർ ചെയ്ത പാപം എന്ന് പറയുന്നത് അനുസരണക്കേടായിരുന്നു. So obedience is very important. With disobedience, sin entered into this world. അനുസരണം എന്ന് പറയുന്നത് അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അനുസരണക്കേട് കൊണ്ടാണ് നാം പാപത്തിന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത്. So dear brothers and dear sisters, this morning I would like to teach you about obedience. അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അനുസരണത്തെക്കുറിച്ചാണ്. If I won't give this message, I will be disobedient to the voice of God. ഈ ആശയം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ദൈവശബ്ദത്തോട് അനുസരണക്കേട് കാണിക്കുകയാണ്. So I want to be obedient to the word of God and to the voice of God this morning. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ദൈവശബ്ദത്തിനും ദൈവത്തിന്റെ വചനത്തോടും ഞാൻ അനുസരണം കൊണ്ട് മറുപടി പറയുവാൻ ബാധ്യസ്ഥനാണ്. The first thing obedience shows is our love. ആദ്യമായി അനുസരണത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹമാകുന്നു. അനുസരണം വെളിപ്പെടുത്തുന്നത് ആദ്യം സ്നേഹത്തെയാണ്. That's what in the Gospel of John chapter 14 and 15 we read, if you love me you will obey my commandments. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും നാം ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. Obedience shows how much we love a person. അനുസരണം ഒരു വ്യക്തിയെ നാം എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. Love is obedience is inevitable in love. അനുസരണത്തിൽ ഒഴിച്ചുകൂടാനാകാത്തൊരു ഘടകമാണ് സ്നേഹം എന്നുള്ളത്. That's why Bible says in Gospel of John chapter 14, Jesus says, as I obey my Father, if you will obey me, you can abide in my love. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെ അനുസരിച്ചതുപോലെ നിങ്ങൾ എന്നെ അനുസരിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലകൊള്ളുവിൻ. As I obeyed my Father and lived in his love, if you will obey me, you can live in my love. ഞാൻ എൻ്റെ പിതാവിനെ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ നിലകൊള്ളുന്നത് പോലെ തന്നെ നിങ്ങൾ എന്നെ അനുസരിക്കുകയാണെങ്കിൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾക്കും നിലകൊള്ളുവാൻ കഴിയും. So obedience shows how much we love a person. അതുകൊണ്ട് അനുസരണം തെളിയിക്കുന്നത് കാണിക്കുന്നത് നാം ഒരു വ്യക്തിയെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നാണ്. Obedience to the word shows how much we love God. ദൈവവചനത്തോട് നാം എത്രമാത്രം അനുസരണം കാണിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത് നമുക്ക് ദൈവത്തോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നാകുന്നു. If we obey any human being's voice, that shows how much we love that person. ഏതെങ്കിലും ഒരു മനുഷ്യ ശബ്ദത്തിന് നിങ്ങൾ സ്നേഹിക്കുന്നു, അനുസരണം കൊണ്ട് മറുപടി പറയുന്നുവെങ്കിൽ അത് കാണിക്കുന്നത് ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹത്തെയാണ്. Obedience to the word shows how much you love God. തിരുവചനത്തെ നിങ്ങൾ എത്രമാത്രം അനുസരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നാണ്. Secondly, obedience shows respect, fear and reverence. രണ്ടാമത്തേതായ അനുസരണം കാണിക്കുന്നത് ഭയഭക്തി ബഹുമാനത്തെയാണ്. No, it's sure. When we obey somebody, that shows how much we respect that person. അതായത് നിങ്ങൾ ഒരു വ്യക്തിയെ അനുസരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം ആദരിക്കുന്നു എന്നാകുന്നു. How much we give reverence to that person. എത്രമാത്രം നിങ്ങൾ ആ വ്യക്തിക്ക് ബഹുമാനം കൊടുക്കുന്നു എന്നാകുന്നു. So when we obey the word of God, that shows how much we fear God, how much we respect God, how much we give reverence to him. അതുകൊണ്ട് നാം ദൈവവചനത്തെ അനുസരിക്കുന്നുവെങ്കിൽ അത് തെളിയിക്കുന്നത് നാം ദൈവത്തെ എത്രമാത്രം ആദരിക്കുന്നുവെന്നും നാം ദൈവത്തെ എത്രമാത്രം സ്തുതിക്കുന്നുവെന്നും എത്രമാത്രം ബഹുമാനിക്കുന്നുവെന്നുമാകുന്നു. We heard a testimony of a sister this morning. ഇന്ന് പകൽക്കാലം ഒരു സഹോദരിയുടെ സാക്ഷ്യം നാം കേട്ടു കഴിഞ്ഞു. Now by obeying the word, by obeying the commandment of Jesus Christ, she is showing to the world and to God how much she loves and respects and reverence God. പ്രിയപ്പെട്ടവൾ ജലത്തിൽ യേശുവിനെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സാക്ഷ്യം പറഞ്ഞപ്പോൾ അത് വിളിച്ചു പറയുന്നത് താൻ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാകുന്നു. Thirdly, മൂന്നാമതായി obedience shows submission. അനുസരണം സമർപ്പണത്തെ കാണിക്കുന്നു. കീഴ്പ്പെടലിനെ കാണിക്കുന്നു. Submission. കീഴ്പ്പെടുന്നതിനെ കാണിക്കുന്നു. When I obey somebody's word, when I obey the word of God, I show, Lord, I submit myself to your voice and to your plan.
ദൈവശബ്ദത്തെ നാം അനുസരിക്കുമ്പോൾ അത് വിളിച്ചു പറയുന്നത്, കർത്താവേ, ഞാൻ അങ്ങയുടെ വചനത്തെ മുമ്പിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, when you are disobedient, that shows that you are rebellious to the plan and purpose of God. നിങ്ങൾ എപ്പോഴെങ്കിലും അനുസരണക്കേട് കാണിക്കുന്നുവെങ്കിൽ അത് വിളിച്ചു പറയുന്നത് നിങ്ങൾ ദൈവവചനത്തോട് മറുതലിക്കുന്നവരാണ് എന്നാകുന്നു. That is not submission, it is rebellion. അതൊരിക്കലും കീഴ്പ്പെടല്ല, മറിച്ച് എതിർത്ത് നിൽക്കലാണ്. When Jesus came to John the Baptist to take water baptism, യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് യേശു കർത്താവ് സ്നാനത്തിനായി കടന്നു വന്നപ്പോൾ, actually John the Baptist didn't want to baptize Jesus. യഥാർത്ഥത്തിൽ യോഹന്നാൻ സ്നാപകന് യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ മനസ്സിലായിരുന്നു. And he said, no, I won't do this. യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അല്ലല്ല, ഇത് ഞാൻ ചെയ്യേണ്ട ഒന്നല്ല. Because you are holier than me. കാരണം നീ എന്നേക്കാൾ പരിശുദ്ധനാകുന്നു. You are born of Holy Spirit. നീ പരിശുദ്ധാത്മാവിൽ ജനിച്ച വ്യക്തിയാകുന്നു. So you need not do any baptism. You don't need any baptism. അതുകൊണ്ട് തന്നെ നിനക്ക് സ്നാനമേൽക്കേണ്ട ആവശ്യമില്ല. Then Jesus said to John the Baptist, അപ്പോൾ യേശു കർത്താവ് സ്നാപകനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, John, യോഹന്നാനേ, something now said, you do it now. Let us obey the plan and purpose of God. നീ ഇപ്പോൾ ചെയ്യുക, അങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാകുന്നു. Let us obey the plan and purpose of God. നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശത്തെ നമുക്ക് അനുസരിക്കാം. You know, when God sent Jesus into this world, ഈ ലോകത്തിലേക്ക് ദൈവം യേശുവിനെ അയച്ചപ്പോൾ, this was the plan of God that Jesus should take water baptism from the hands of John the Baptist. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമെടുക്കുക എന്നുള്ളതായിരുന്നു സ്വർഗീയ പിതാവിന്റെ യേശുവിനോടുള്ള ബന്ധത്തിലുള്ള ഉദ്ദേശം. Through the baptism, God wanted to reveal Jesus to this world. സ്നാനത്തിലൂടെയാകുന്നു ദൈവം യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, so baptism shows obedience shows submission to the plan of God. ദൈവ പദ്ധതിക്ക് മുമ്പേ നമ്മളുള്ള സാഷ്ടാംഗമായുള്ള കീഴ്പ്പെടുത്തലാണ് അനുസരണം കാണിക്കുന്നത്. When you obey what I say to you, ഞാൻ നിങ്ങളോട് എന്തു പറഞ്ഞുവോ അതനുസരിക്കുന്നത്, that shows that you are submitted to me. അത് കാണിക്കുന്നു നിങ്ങൾ എന്നോടുള്ള നിങ്ങളുടെ വിധേയത്വമാകുന്നു. Fourthly, obedience acknowledges the authority over you. അടുത്തതായി അനുസരണം നിങ്ങളുടെ മേലുള്ള അധികാരത്തെ അംഗീകരിക്കുന്നു. You know, when you obey a person, നിങ്ങൾ ഒരു വ്യക്തിയെ അനുസരിക്കുമ്പോൾ you acknowledge that he is a man of authority. കാരണം ആ വ്യക്തിക്ക് നിങ്ങളുടെ മേലുള്ള അധികാരത്തെയാണ് നിങ്ങൾ You അംഗീകരിക്കുന്നത്. acknowledge that God, you acknowledge his authority and power over you. നിങ്ങളുടെ ജീവിതത്തിന് മേലുള്ള അധികാരത്തെ നിങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. In the same manner, അതേ അളവിൽ തന്നെ when you obey the word, you acknowledge the power of word, the authority of word over your life. നിങ്ങൾ തിരുവചനത്തെ അനുസരിക്കുമ്പോൾ അത് തെളിയിക്കുന്നത് തിരുവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ അപ്രമാദിത്വത്തെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, that's why obedience is very important. അതുകൊണ്ടാണ് അനുസരണം അത്രമാത്രം പ്രാധാന്യം So അർഹിക്കുന്നത്. obedience shows our love. അനുസരണം നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. It shows our respect, fear and reverence. ദൈവത്തോടുള്ള നമ്മുടെ ഭയത്തെയും ബഹുമാനത്തെയും അത് വെളിപ്പെടുത്തുന്നു. It shows that we are submitted to the plan and purpose of God. ദൈവത്തിന്റെ ഉദ്ദേശത്തിനും ലക്ഷ്യത്തിനും നമ്മെ തന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നത് And തെളിയിക്കുന്നു. also we acknowledge God's power and the authority of the word over our life. തിരുവചനത്തിന് നമ്മുടെ ജീവിതത്തിന് മേലുള്ള അധികാരത്തെയും ദൈവത്തിന്റെ അധികാരത്തെയും നാം അരക്കിട്ടുറപ്പിക്കുകയാണ്. Fifthly, അഞ്ചാമതായി it reveals our relationship. അത് നമ്മുടെ ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. When you obey the word or obey God's plan and purpose, that shows that you are in good relationship with God. നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ അധികാരത്തെ നിങ്ങൾ വിധേയപ്പെടുമ്പോൾ അത് തെളിയിക്കുന്നത് നിങ്ങളും ദൈവവുമായി നല്ലൊരു ബന്ധത്തിലാകുന്നു എന്നാകുന്നു. But when you disobey the plan and purpose of God, ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ that shows that you are not in a good relationship with God. അത് തെളിയിക്കുന്നത് നിങ്ങൾ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം അത്ര നല്ലതല്ല എന്നാകുന്നു. That shows that you are in enmity with God. അത് തെളിയിക്കുന്നത് നിങ്ങൾ ദൈവവുമായി ശത്രുത്വത്തിലാകുന്നു എന്നാകുന്നു. That shows that you are in rebellion with God. അത് തെളിയിക്കുന്നത് നിങ്ങൾ ദൈവവുമായി മറുതലിപ്പിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നാകുന്നു. That's true in our day-to-day life. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു. That's true in our family life. അത് നമ്മുടെ കുടുംബ ജീവിതത്തിലും സാർത്ഥകമാണ്. That's true in our community, in our social life. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അത് പ്രയോജനകരമായ ഒന്നാകുന്നു. Obedience reveals our relationship. അനുസരണം നമ്മുടെ ബന്ധത്തെ തെളിയിക്കുന്നു. The stronger the relationship, the stronger will be the obedience. നമ്മുടെ ബന്ധം എത്രമാത്രം ശക്തിമത്താണോ അനുസരണം അത്രമാത്രം ശക്തിബദ്ധമായിരിക്കും. Stronger our relationship, stronger will be our obedience. നമ്മുടെ ബന്ധം ശക്തിമത്താകണമോ നമ്മുടെ അനുസരണവും രൂഢമൂലമായിരിക്കണം. Stronger our relationship, faster will be our obedience. നമ്മുടെ ബന്ധം എത്രമാത്രം ശക്തിമത്താണോ അതിനേക്കാൾ വേഗതയിലായിരിക്കും നമ്മുടെ അനുസരണം. And sixthly, ആറാമതായി Bible says
തിരുവചനം പറയുന്നു, God is looking for obedience rather than sacrifice. ദൈവം യാഗത്തെക്കാൾ ഉപരി അനുസരണത്തിലാണ് പ്രസാദിക്കുന്നതെന്ന് പറയുന്നു. So obedience stands higher to sacrifice. യാഗത്തെക്കാളും മേത്തരമാണ് അനുസരണം. So the God expects obedience from us because he is expecting obedience rather than sacrifice. ദൈവത്തെ നാം അനുസരിക്കണമെന്ന് പറയുമ്പോൾ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് യാഗത്തെക്കാൾ ഉപരിയായി മേത്തരമായ അനുസരണമാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. Here sacrifice means worship. ഇവിടെ യാഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് So ആരാധനയാകുന്നു. what does it mean? ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? God doesn't want any worship from disobedient people. അവനെ അനുസരിക്കാൻ മനസ്സില്ലാത്ത ഒരു വ്യക്തിയുടെ ആരാധനയിൽ അവന് വലിയ നല്ല ഒട്ടും താല്പര്യമില്ല. He said first go and obey me and then come and do the sacrifice. അവന് പറയാനുള്ളത് നീ പോയി അനുസരിച്ച് അതിനുശേഷം വന്ന് നിന്റെ യാഗത്തെ അർപ്പിക്കുക. Dear brothers and dear sisters, പ്രിയ സഹോദരി so സഹോദരന്മാരെ, obedience is higher than sacrifice. അതുകൊണ്ട് തന്നെ അനുസരണം യാഗത്തെക്കാൾ മേത്തരമാകുന്നു. So God is when we come to do worship or when we come to worship God, നാം ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുമ്പോൾ his eyes are looking into us whether you have been obedient to my word or not. ദൈവത്തിന്റെ കണ്ണുകൾ പരതി നടക്കുന്നത് നിങ്ങൾ അവന്റെ വചനത്തെ അനുസരിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളതാകുന്നു. Whether you are an obedient child of God or not. നിങ്ങൾ ദൈവത്തിന്റെ അനുസരണമുള്ള ഒരു പൈതലാണോ അല്ലയോ എന്നുള്ളതാകുന്നു. So he will say that go and obey me first. അതുകൊണ്ട് ദൈവം പറയും നീ ആദ്യം പോയി എന്നെ അനുസരിക്കുക. And finally, അവസാനമായി when our obedience proves that we have a leader or we are under a covering. നമ്മുടെ അനുസരണം തെളിയിക്കുന്നത് നാം കർത്തൃത്വത്തിന് കീഴിലാണെന്നുള്ള ഒരു പരമാർത്ഥത്തെയാണ്. It shows that we have a covering over our life. നമ്മുടെ ജീവിതത്തിന്മേൽ ഒരു കവചമുണ്ട്. When I obey the word, that shows that I am under the covering of that person. ഞാൻ അനുസരണം ദൈവവചനത്തോടനുസരിക്കുമ്പോൾ അത് തെളിയിക്കുന്നത് ഞാൻ ആ വ്യക്തിയുടെ സുരക്ഷയുടെ കവചത്തിന് കീഴിലാകുന്നു. If anything happens after my obedience, he is responsible. എന്റെ അനുസരണത്തിന്റെ അനന്തരഫലമായി എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ആ വ്യക്തിക്കാകുന്നു. God was bound to keep the Israelites because they obeyed his word. ഇസ്രായേൽ ജനം തന്റെ വചനത്തെ അനുസരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ തങ്ങളുടെ മുഴു ജീവിതത്തിന്റെയും ഉത്തരവാദിത്തം ദൈവത്തിനായിരുന്നു. That's why he had to feed them for 40 years. അതുകൊണ്ടാണ് മരുഭൂമിയിൽ നീണ്ട 40 വർഷക്കാലം ദൈവം ഇസ്രായേൽ ജനത്തെ പോഷിപ്പിച്ചത്. Because these people just heard the voice of Moses and came out of the bondage of Israel, out of the bondage of Egypt. കാരണം ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്നും എന്റെ ദാസനായ മോശയുടെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചതാണ് ഈ പുരുഷാരം. Now God is bound to keep them. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. God is bound to protect them. അവരെ സൂക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായ ഉത്തരവാദിത്തമായിരുന്നു. Bound to take them to the promised land. വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കൈപിടിച്ച് നടത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. When you obey God, there is a covering over you. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കവചമുണ്ട്. There is a covering of God for every obedient person. ദൈവത്തെ അനുസരിക്കുന്ന ഏത് വ്യക്തി ജീവിതത്തിന്റെ മേലും ദൈവത്തിന്റെ ഒരു കവചമുണ്ട്. Dear brothers and dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, the moment you submit and surrender to the plan and purpose of God, ദൈവത്തിന്റെ ഉദ്ദേശത്തിനും ദൈവത്തിന്റെ ലക്ഷ്യത്തിനുമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച മാത്രയിൽ a covering is placed over you. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു കവചമുണ്ട്. And that covering is God's covering. ആ കവചം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കരങ്ങളാകുന്നു. Why? എന്തുകൊണ്ട്? You obeyed the voice of God. ദൈവശബ്ദത്തെ നീ അനുസരിച്ചു. You surrender and submitted to the voice of the God. ദൈവശബ്ദത്തിന് മുമ്പാകെ നീ നിന്നെ തന്നെ താഴ്ത്തി So സമർപ്പിച്ചു. this morning I guarantee that there is a covering in obedience. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അനുസരിക്കപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ കവചമുണ്ട്. Now why are you hesitant to obey God? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നിങ്ങൾ ഇനിയും അനുസരിക്കുവാൻ അമാന്തിക്കുന്നു? Why you are tarrying to obey the word of God? എന്തുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുന്നതിൽ നീളം വെച്ചു പോകുന്നു? When the word says something, get ready and hasten yourself to obey the word of God. ദൈവവചനം നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതനുസരിക്കുവാനുള്ള ഒരു തിടുക്കം നിങ്ങളുടെ അന്തരാത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. Because by obedience you show to the world how much you love God. കാരണം അനുസരണം ലോകത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് ദൈവവുമായുള്ള എത്രമാത്രം സ്നേഹമുണ്ടെന്നാകുന്നു. Obedience declared to the world how much you respect and adore and worship Him.
നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നു എന്നുള്ളതിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹവും ഭയവും ഭക്തിയും എത്രമാത്രം ആഴത്തിലാകുന്നു By എന്നുള്ളതാണ്. obedience, you declare to the world that you are submitted to the plan and purpose of God. ദൈവവചനത്തോടുള്ള നിങ്ങളുടെ അനുസരണം കൊണ്ട് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ദൈവവചനത്തിന് മുമ്പാകെ നിങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണത്തെയാകുന്നു. By obeying the word of God, you declare to the world, I acknowledge the authority of the word and the authority of God over my life. ദൈവവചനത്തെ നിങ്ങൾ അനുസരിക്കുന്നത് മുഖാന്തരമായി നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിനും ദൈവത്തിന്റെ ശക്തിക്കുമുള്ള അളവറ്റ വലുപ്പത്തെ കുറിച്ചാകുന്നു. It also shows that I have a right relationship with God. അത് മാത്രമല്ല അത് വിളിച്ചു പറയുന്നത് ദൈവവുമായി എനിക്ക് നേരായ It ബന്ധമുണ്ട്. also declares to the world that I have a clear conscience before God. ലോകത്തോട് നമുക്ക് വിളിച്ചു പറയുവാൻ മറ്റൊരു പരമാർത്ഥമുള്ളത് നമുക്ക് ദൈവത്തോട് നല്ല മനസാക്ഷിയുണ്ട്. Dear brothers and dear sisters, പ്രിയ സഹോദരീ this സഹോദരന്മാരെ, morning I challenge each and every one of you to obey the word of God and obey the voice of God. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ദൈവവചനത്തെ അനുസരിക്കുക, അതിന് കീഴ്പ്പെടുക. The world may not understand what God has spoken to you, ഒരുപക്ഷേ ദൈവം നിങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിന്റെ അന്തസത്ത ലോകത്തിന് മനസ്സിലാവുകയില്ല. but you are sure that God spoke to you. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവം നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. One day God spoke to Abraham. ഒരിക്കൽ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. Abraham, I want you have to take your son and sacrifice him on Mount Moriah. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെയും എടുത്ത് മോറിയ മലയിലേക്ക് പോകുക. To sacrifice Isaac at the mountain. ആ മലയുടെ മുകളിൽ നിന്റെ മകനായ ഇസഹാക്കിനെ എനിക്ക് യാഗമർപ്പിക്കുക. Abraham heard that voice very clearly. അബ്രഹാം ദൈവത്തിൽ നിന്നും കേട്ടത് വളരെ വ്യക്തമായിട്ടായിരുന്നു. And he was just waiting, let it be dawn so that I can go and obey God. ഒട്ടും താമസിക്കാതെ താൻ കേട്ട ശബ്ദത്തിന് മുമ്പാകെ അനുസരണം കൊണ്ട് അബ്രഹാം മറുപടി പറഞ്ഞു. You know what God has spoken to you. നിങ്ങൾക്കറിയാം നിങ്ങളോട് ദൈവം എന്താണ് പറഞ്ഞതെന്ന്. You know what God has spoken to you personally and individually. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശബ്ദം എന്താണെന്ന് നിങ്ങൾ കേട്ട വ്യക്തിയാകുന്നു. God has a plan for this church as a whole body of Christ. സഭയാം ശരീരം എന്ന നിലയ്ക്ക് ഈ കൂട്ടായ്മയോട് ദൈവത്തിന് നിയതമായ ഒരു പദ്ധതിയുണ്ട്. And again he has a special plan for my life. എന്റെ ജീവിതത്തോടും ദൈവത്തിന് വ്യക്തമായ ഒരു He പദ്ധതിയുണ്ട്. has a plan for each and every one of you. നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയോടും വ്യക്തിപരമായി ദൈവത്തിന് ഒരു So പദ്ധതിയുണ്ട്. it is your responsibility to obey that plan and purpose of God in your life. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശത്തെയും ലക്ഷ്യത്തെയും പൂർത്തീകരിക്കുക എന്നുള്ളത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായ So when കാര്യമാണ്. you obey the voice that you heard from God, ദൈവത്തിൽ നിന്നും നിങ്ങൾ കാലാകാലമായി കേട്ട ശബ്ദത്തിന് നിങ്ങൾ അനുസരിക്കുക. that shows your right relationship, that you are in right relationship with God. അത് തെളിയിക്കുന്നത് ദൈവവുമായി നിങ്ങൾ നേരായ നിരപ്പായ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. And then we learned that obedience is better than sacrifice. നാം തുടർന്ന് പഠിച്ചത് അനുസരണത്തിന് യാഗത്തെക്കാൾ മേത്തരമായ പദവിയുണ്ട്. God is looking for our obedience. ദൈവം നമ്മുടെ അനുസരണത്തെയാണ് നോക്കി പാർക്കുന്നത്. He don't want to be disobedient to the plan and purpose of God and come and worship God. ദൈവത്തിന്റെ പദ്ധതിയെയും ലക്ഷ്യത്തെയും നിരാകരിച്ചുകൊണ്ട് അനുസരണക്കേട് കാട്ടിക്കൊണ്ട് തന്നെ ആരാധിക്കുവാൻ ജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. And finally we'll learn that obedience brings or obedience shows that you are under a leader or you have a covering over you. അവസാനമായി അനുസരണം കൊണ്ട് നാം വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് നാം പഠിച്ചത് നാം കർത്തൃത്വത്തിന് കീഴിലാകുന്നു, നമ്മുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ സുരക്ഷയുടെ കവചമുണ്ടെന്നാകുന്നു. If anybody will ask you why did you do this, you have an answer. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അനുസരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരമുണ്ട്. The God sent me to do so. ദൈവം എന്നോട് പറഞ്ഞു അങ്ങനെ അനുസരിക്കണമെന്ന്. One day the Jewish synagogue leaders and the Pharisees came to a blind man, ex-blind man. ഒരിക്കൽ യഹൂദ സിനഗോഗുകളിൽ നിന്നും പരീശന്മാരും ശാസ്ത്രിമാരും എന്ന് കുരുടനായ മനുഷ്യനോട് ചോദിച്ചു. And also came to a man who was healed on Sabbath. ശബ്ബത്തിൽ യേശു കർത്താവ് സൗഖ്യമാക്കിയ മനുഷ്യനോടും അവർ ഇത് തന്നെയാണ് ചോദിച്ചത്. Why do you carry all these things on Sabbath? എന്തുകൊണ്ടാകുന്നു ശബ്ബത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നത്? Why you do all these things on the day that God has sanctified and set apart for him? ദൈവം തനിക്ക് വേണ്ടി ശുദ്ധീകരിച്ച് തനിക്ക് വേണ്ടി മാത്രമാക്കിയ ശബ്ബത്ത് ദിവസത്തിൽ എന്തുകൊണ്ട് നീ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നു? I love the answer of that man. ആ മനുഷ്യന്റെ ഉത്തരത്തെ ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. He said like this, അവൻ എന്നോട് the one who has healed me asked me to do this, I'm doing it. എന്നെ സൗഖ്യമാക്കിയ വ്യക്തിയുണ്ടല്ലോ അവൻ എന്നോട് പറഞ്ഞു ഞാൻ അതനുസരിക്കുന്നു. I am
am under authority. ഞാൻ കർത്തൃത്വത്തിന് കീഴിലാകുന്നു. There is a man who healed me. എന്നെ സൗഖ്യമാക്കിയ ഒരുത്തനുണ്ട്. There is a man who was after my life. എന്റെ ജീവിതത്തിന്റെ പുറകെ ഇന്ന് വരെ നടന്ന ഒരു വ്യക്തിയുണ്ട്. There is a man who changed my life. എന്റെ ജീവിതത്തെ അപ്പാടെ രൂപാന്തരപ്പെടുത്തിയ ഒരു I am വ്യക്തിയുണ്ട്. obeying what he told me to do. അവൻ എന്നോട് എന്തു പറഞ്ഞുവോ അത് ഞാൻ അനുസരിക്കും. So obedience shows all these 7 things. അതുകൊണ്ട് അനുസരണം വെളിപ്പെടുത്തുന്നത് ഈ 7 കൂട്ടം കാര്യങ്ങളെ. Okay, Pastor, what are the blessings of obedience then? അതുകൊണ്ട് ശരി പാസ്റ്ററെ, ഈ അനുസരിച്ചതുകൊണ്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാവുന്നു? I would like to teach some of you those things also. അക്കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Obedience shows this, once you know what obedience means or what obedience shows, now we have to look into what are the blessings of obedience. അനുസരണം കൊണ്ട് നാം വെളിപ്പെടുത്തുന്നത് എന്താണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നാം പഠിക്കുവാൻ പോകുന്നത് അനുസരണത്തിന്റെ അനന്തരഫലമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. I would like to teach 2 of those blessings this morning, and rest we will continue next Sunday. അനുസരണത്തിന് അനന്തരഫലമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹങ്ങളെ 2 കൂട്ടം കാര്യങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവഹിതമാണെങ്കിൽ അടുത്ത ആഴ്ച ബാക്കിയുള്ളതും. Number 1, ഒന്നാമത്തേത്, the first and the best blessing of obedience is the favor of God. ആദ്യമായും ദൈവത്തിന്റെ ഏറ്റവും മേത്തരവുമായുള്ള ഗുണം എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ പ്രസാദത്തിന് കീഴിലായി തീരും. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. When you obey God, നീ ദൈവത്തെ അനുസരിക്കുമ്പോൾ, when you obey the word, നീ ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ, you get the favor of God. നിനക്ക് ദൈവത്തിന്റെ പ്രീതി ലഭിക്കുകയാകുന്നു. You get the favor of God. നിനക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നു. Let me ask you something. ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ. What do you need in this world other than the favor of God? ദൈവത്തിന്റെ പ്രസാദത്തെക്കാൾ കവിഞ്ഞ് നിങ്ങൾക്ക് ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കാൻ എന്താണ് ആവശ്യമായിട്ടുള്ളത്? If you have the favor of God, you have everything in this world. നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സകലതും ഈ ലോകത്തിൽ ലഭിച്ചു കഴിഞ്ഞു. When Jesus surrendered himself to the plan and purpose of God, ദൈവത്തിന്റെ ഉദ്ദേശത്തിനും പദ്ധതിക്കുമായി യേശുക്രിസ്തു തന്നെ താൻ സമർപ്പിച്ചപ്പോൾ, the Bible says, തിരുവചനം പറയുന്നു, heavens were opened, സ്വർഗ്ഗം തുറക്കപ്പെട്ടു, and a voice came down from heaven. സ്വർഗ്ഗത്തിൽ നിന്നും ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുമാറായി, He is my beloved, ഇവൻ എന്റെ പ്രിയപുത്രൻ, and I am pleased in him. അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. From that day onwards the favor of God was on him. ആ ദിവസം മുതൽ ദൈവത്തിന്റെ പ്രസാദം യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. The favor of God, ദൈവത്തിന്റെ പ്രസാദം, when the favor of God came on Jesus, ദൈവത്തിന്റെ പ്രസാദം യേശുവിലേക്ക് ഇറങ്ങി വന്നു. that favor enabled him to overcome the temptations. ആ ദൈവത്തിന്റെ പ്രസാദമാകുന്നു തുടർന്നുള്ള തന്റെ ജീവിതത്തിൽ കടന്നു വന്ന സകല പരിശോധനകളെയും അതിജീവിക്കുവാൻ യേശുവിനെ പ്രാപ്തനാക്കിയത്. That favor of God enabled him to be victorious in this world. ഈ ഭൂമിയിൽ ജയകരമായ ഒരു ജീവിതം നയിക്കാൻ യേശുവിനെ പ്രാപ്തനാക്കിയത് ദൈവത്തിന്റെ പ്രസാദമായിരുന്നു. The favor of God made him to live like a king in this world. ഈ ഭൂമിയിൽ ഒരു രാജാവിന് കണക്കെ ജീവിക്കുവാൻ യേശുവിനെ ബലവത്താക്കിയത് ദൈവത്തിന്റെ പ്രസാദമായിരുന്നു. So when you obey God, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ, when you walk in the plan and purpose of God, ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിങ്ങൾ നടകൊള്ളുമ്പോൾ, God's favor will come upon you. ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. You know, that's why the Pentecostals are blessed. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പെന്തക്കോസ്തുകാർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. When we obeyed the Lord, God's favor came upon നാം us. കാലാകാലങ്ങളിലായി ദൈവത്തെ അനുസരിച്ചപ്പോൾ ദൈവം മാറ്റമില്ലാത്ത കൃപ നമ്മുടെ മേൽ പകർന്നു തന്നു. God's favor. ദൈവത്തിന്റെ പ്രീതി സമ്പാദിക്കപ്പെട്ടു. Let me tell you something. When God's favor comes upon you, wherever you go, you will get the favor of other people. ഞാൻ പകൽക്കാലം ഒരു പരമാർത്ഥം കൂടെ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രീതി സമ്പാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടെല്ലാം പോകുന്നുവോ അവിടുത്തെ ജനങ്ങളുടെ പ്രീതിയും നിങ്ങൾക്ക് ലഭിക്കും. People will show favor to you. ജനങ്ങൾ നിങ്ങളോട് പ്രീതി കാണിക്കും. When God's favor was on Esther, even the king showed favor to her. എസ്തേറിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രീതി ലഭിച്ചപ്പോൾ രാജാവിന് പോലും എസ്തേറിനോട് പ്രീതി ഉണ്ടായി. Esther was from a minority community. എസ്തേർ കടന്നു വരുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നായിരുന്നു. A Jew, ഒരു യഹൂദ കുടുംബത്തിൽ an നിന്ന്, orphan girl, തീർത്തും അനാഥയായ ഒരു പെൺകുട്ടി, raised by her uncle. തന്റെ അമ്മാവനാൽ വളർത്തപ്പെട്ട കുട്ടി. She doesn't have a father or a mother. ഈ ഭൂമിയിൽ കേവലം മാതാപിതാക്കൾ ഇല്ലാത്തൊരു She was totally orphan. സമ്പൂർണമായും അനാഥ. Came from a minority community. ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും കടന്നു വന്ന സ്ത്രീ. When the kingdom, the people in the authority tried to wipe out that community, God's favor was upon her. ആ സമൂഹത്തെ ഭൂതലത്തിൽ നിന്നും തുടച്ചു മാറ്റുവാനായി അവിടെ നിലനിന്നിരുന്ന ജാതികൾ ശ്രമിച്ചപ്പോൾ ദൈവത്തിന്റെ പ്രസാദം എസ്തേറിലേക്ക് വന്നു. When God's favor was over her, everyone who met her or when she came in encountership, they all showed favor to her. ദൈവത്തിന്റെ പ്രസാദം എസ്തേറിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവളുമായി ബന്ധപ്പെട്ട അവളുമായി
എസ്തേറുമായി മുഖാമുഖം വന്ന സകല വ്യക്തികളും എസ്തേറിനോട് പ്രീതി കാണിച്ചു. ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം അവന്റെ ശത്രുക്കളെ പോലും അവൻ ഇണച്ചു കൊടുക്കും. Even your enemies will show and come and welcome you and treat you. നിന്റെ ശത്രു പോലും നിനക്ക് ഹസ്തദാനം തന്ന് നിന്നെ സ്വാഗതം ചെയ്യും. You know, when God's favor came upon Jacob, യാക്കോബിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രസാദം വന്നപ്പോൾ, his own brother who tried to kill him years ago, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കൊല്ലുവാനായി തക്കം പാർത്തിരുന്ന സ്വന്തം സഹോദരൻ, who chased after him, അവന് പിന്നാലെ പിന്തുടരുന്നിരുന്ന സ്വന്തം സഹോദരൻ, God's favor came upon Jacob, യാക്കോബിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രസാദം വന്നപ്പോൾ, you know, he came to welcome him and embrace him and hug him. തന്നെ കൊല്ലുവാനായി കാത്തിരുന്ന സഹോദരൻ തന്നെ കടന്നു വന്ന് ആലിംഗനം ചെയ്ത് തന്നെ സ്വീകരിക്കുന്നു. Dear brothers, dear sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, what you need is God's favor. ദൈവത്തിന്റെ പ്രസാദത്തെക്കാൾ ഉപരിയായി നിങ്ങൾക്ക് എന്താണ് You don't ആവശ്യമായിട്ടുള്ളത്? need anybody's help in this world. ഈ ലോകത്തിൽ ആരുടെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. If you have the favor of God, ദൈവത്തിന്റെ പ്രസാദം നിങ്ങൾക്കുണ്ടെങ്കിൽ, if you have the favor of God, you need not fear anyone in this world. ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരു ശക്തികളെയും നിങ്ങൾക്ക് ഭയക്കേണ്ടതായിട്ടില്ല. Let the whole world stand against you. മുഴു ലോകവും നിനക്കെതിരായി നിലകൊണ്ടാലും, If God is on your side, ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ, you will be more than a conqueror. നീ ജയാളിയിലും അധികമാണ്. Dear brothers and dear പ്രിയ sisters, സഹോദരി സഹോദരന്മാരെ, what you need is God's favor. നിനക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ പ്രസാദമാണ്. What do you have to do for that? നിങ്ങൾ അതിനു വേണ്ടി എന്താകുന്നു ചെയ്യേണ്ടത്? Obey him. അവനെ അനുസരിക്കുക. Obey him. അവിടുത്തെ അനുസരിക്കുക. My time is over, so let me stop right over here. ഞാൻ ഇവിടെ നിർത്തട്ടെ, എന്റെ സമയം കഴിഞ്ഞു പോയി. God willing, we will continue this topic next Sunday. ദൈവം അനുവദിച്ചാൽ നാം ഇത് തുടർന്നും ചിന്തിക്കുന്നതായി. So this morning we learned more about obedience, what obedience shows, ഇന്ന് പകൽക്കാലം നാം പഠിച്ചു കഴിഞ്ഞത് അനുസരണം കൊണ്ട് നാം വെളിപ്പെടുത്തുന്നത് എന്തൊക്കെയാകും, and what are the blessings we are going to get by obeying God. അനുസരണത്തിന് അനന്തരഫലമായി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഗ്രഹങ്ങൾ The എന്തൊക്കെയാണ്? first and foremost blessing is the favor of God. ആദ്യമായുള്ള ഏറ്റവും നല്ലൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നു. Dear brothers and dear sisters, പ്രിയ സഹോദരി what സഹോദരന്മാരെ, you need is the favor of God this morning. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുവാനായി നിങ്ങൾക്ക് എന്ത് വേണം? If there is anybody who is looking for help from anybody, let me tell you something. Don't expect help from anybody. You need the favor of God. നിങ്ങൾക്ക് ഏതെങ്കിലും മനുഷ്യരിൽ നിന്നും സഹായത്തിനായി നിങ്ങൾ നോക്കി പാർക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിന്റെ പ്രസാദമാകുന്നു. So seek after the favor of God. ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി തിരയുക. His favor is far better and higher than 1,000 days of labor. നിന്റെ 1000 ദിവസത്തെ അധ്വാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ ഒരു നേരത്തെ പ്രസാദം. നിന്റെ 1000 ദിവസത്തെ കഠിനാധ്വാനത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഒരു നിമിഷം ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ പ്രീതി നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പ്രസാദം ലഭിച്ചു കഴിഞ്ഞാൽ. അതിന് നീ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ്റെ വചനത്തെ അനുസരിക്കുവാനായിട്ട് തീരുമാനിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Father, we know where we have failed and what are the areas we are still disobedient and stubborn this morning. സ്വർഗ്ഗത്തിലെ പ്രിയ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിത മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ വ്യക്തമായി അറിയുന്നു. We know where we are stubborn this morning. ഇന്ന് പകൽക്കാലം ഞങ്ങൾ എവിടെയൊക്കെ ഞങ്ങൾ എവിടെയൊക്കെ അങ്ങയോട് മറുതലിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. We know what we are supposed to do. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും ഞങ്ങൾ അറിയുന്നു. We know what is the next step we have to obey in our life. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ അനുസരിക്കുവാനായി ഞങ്ങൾ എടുക്കേണ്ട അടുത്ത ചുവട് എന്തെന്നും ഞങ്ങൾ അറിയുന്നു. But we are stubborn. പക്ഷേ പലപ്പോഴും ഞങ്ങൾ മറുതലിക്കുന്നവരായിത്തീരുന്നു. We fear people rather than you, O Lord. കർത്താവേ, ഞങ്ങൾ അങ്ങിലേക്കാൾ ഉപരിയായി മനുഷ്യരെ ഭയപ്പെടുന്നു. We love something else other than you. കർത്താവേ, അങ്ങേക്കാൾ ഉപരിയായി ഞങ്ങൾ മറ്റെന്തിനെയോ സ്നേഹിക്കുന്നു. This morning you have opened our eyes to see the importance of obedience. കർത്താവേ, ഇന്ന് പകൽക്കാലം അനുസരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനായി നന്ദി പറയുന്നു. From this day onwards, ഈ ദിവസം മുതൽ we make a strong decision that we will obey you, that what may come in our life. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ കടന്നു വന്നാലും ഞങ്ങളൊരു ഉറച്ച തീരുമാനം ഇന്നെടുക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ അനുസരിക്കും. If it is in the word, we will obey you. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ അതുണ്ട് എങ്കിൽ ഞങ്ങൾ അത് അനുസരിക്കും. If it is spoken by you, we will obey you. കർത്താവേ, അങ്ങ് അത് തിരുവായി മൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് അനുസരിക്കും. And this morning we make a commitment to obey your word and walk after your word. കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങേക്കും
അങ്ങയുടെ വചനത്തിനും മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. Now we know once we obey you, we have your favor on our life. ഒരിക്കൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങയെ അനുസരിച്ച് കഴിഞ്ഞാൽ അങ്ങയുടെ നിതാന്തമായ പ്രസാദം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. And that favor is more than enough for us. കർത്താവേ, അങ്ങയുടെ പ്രസാദം ഒന്ന് മാത്രം മതി ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. Help us to live in the favor of God. ദൈവത്തിന്റെ പ്രസാദത്തിൽ തുടർന്നും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. Help us to obey your word and walk in obedience of Father. കർത്താവേ, അങ്ങയുടെ വചനത്തെ അനുസരിക്കുവാനും അങ്ങയോടൊത്ത് അനുസരണത്തോടുകൂടെ നടക്കുവാനും ഞങ്ങളെ സഹായിക്കണം. I just commit each and every one of the people who have been attending this service into your hand this morning. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മ ആചരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ബരമേൽപ്പിക്കുന്നു. Be with them, O Father. കർത്താവേ, അവരെ സൂക്ഷിക്കുമാറാകണമേ. Guide them, O Lord. അവരെ നയിക്കുമാറാകണമേ. Speak to them, Holy Spirit. അവരോട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഹൃദ്യമായി ഇടപെടുമാറാകണമേ. And open their eyes to see your word and follow your footsteps. കർത്താവേ, അങ്ങയുടെ വഴികളെ പിന്തുടരുവാൻ, അങ്ങയുടെ തിരുവചനത്തിന്റെ ഉള്ളളവുകളെ ഗ്രഹിക്കുവാൻ അവരുടെ കണ്ണുകളെ തുറക്കണമേ. All glory and honor and praise be unto you and you alone. സകല മാനവും മഹത്വവും സ്തുതിയും അങ്ങേക്ക് മാത്രം. Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. Amen.